ഭാഗവത സുധയുടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ആരംഭിക്കാം. തൊഴുതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കെടുക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധരഭവാർണവാൽ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. സ്വീകൃതോസി മയാ നാഥ. മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ. നിർവിഘ്നേനൈവ കർത്തവ്യ. ദാസോഹം തവ കേശവ. ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ. ഏതൽ കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ. പുണ്യശ്രവണകീർത്തന. യദൂത്തമോത്തമശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി. പാദയോസ്തവ ജായത്തെ. തഥാ കുരുഷ്വ ദേവേശ. നാഥസ്ത്വം നോ യത പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം.
പ്രണാമോ ദുഃഖശമന. തം നമാമി ഹരിം പരം. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ. ഭാസതാം പുരതോ മമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ. ശരണ്യേ ത്രയംബകേ ദേവി. നാരായണി നമോസ്തുതേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരധ്യായം പാരായണം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സാരാംശത്തിലേക്ക് പ്രവേശിക്കാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗീതമാവട്ടെ ഇന്നത്തെ പാരായണം. ദശമസ്കന്ധത്തിൽ 31-ാമത്തെ അധ്യായം രാസലീലാ മധ്യത്തിലുള്ളതായ ഒരു ഗീതം, പ്രസിദ്ധമായ ഗോപികാ ഗീതം. അപ്പോൾ എല്ലാവരും ആ ഗ്രന്ഥം ഒന്ന് തുറന്നു വയ്ക്കുക, ഗോപികാ ഗീതം തുറന്നു വയ്ക്കുക. പാരായണാനന്തരം നമുക്ക് സാരാംശത്തെക്കുറിച്ച് കേൾക്കാം. ഗൂഗിൾ മീറ്റിലുള്ളവർ അവരവരുടെ ക്യാമറയും മൈക്കും ഒന്ന് മ്യൂട്ട് ചെയ്യുക. അവസാനം നമുക്ക് ക്യാമറ ഓൺ ചെയ്യാവുന്നതാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ശ്രീഹരയേ നമ. ശ്രീഹരയേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോപ്യാ ഊചു ജയതി തേധികം ജന്മനാ വ്രജ. ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി. ദയിതദൃശ്യതാം ദിക്ഷുതാവക. ത്വയി ധൃതാസവ ത്വാം വിചിന്വത്തെ. ശരദുദാശയേ സാധുജാതസൽ. സരസിജോതരാ ശ്രീമുഷാദൃശ. സുരതനാഥത്തെ അശുൽക്കദാസിക. വരതനിഘ്നതോ നേഹ കിം വധ. വിഷജലാപ്യയാത് വ്യാളരാക്ഷസാൻ. വർഷമാരുതാ വൈദ്യുതാനലാൽ. വൃഷമയാത്മജാത് വിശ്വതോ ഭയാത്. ഋഷഭത്തെ വയം രക്ഷിതാമുഹു. നഖലു ഗോപികാ നന്ദനോ ഭവാൻ. അഖിലദേഹിനാം അന്തരാത്മദൃങ്. വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ. സഖ ഉദേയിവാൻ സാത്വതാം കുലേ. വിരചിതാഭയം വൃഷ്ണിധുന്യത്തെ.
ചരണമീയുഷാം സംസ്കൃതേർഭയാൽ കരസരോരുഹം കാന്തകാമതം ശിരസി ദേഹിന ശ്രീകരഗ്രഹം വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയധ്വംസനസ്മിതാം ഭജ സഖേ ഭവൽ കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയാ പ്രണതദേഹിനാം പാപകർഷനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം തേ പദാംബുജം കൃണുകുചേഷു കൃന്ധിഹൃച്ഛയം. ശ്രീഹരേ നമ. മധുരയാ ഗിര മധുരയാ ഗിര വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ വിധികരീരിമാ വീരമുഹ്യതി അധരസീധുനാ പ്യായയ സ്വനാ തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമാതാതതം. ഹരേ കൃഷ്ണ. ഭുവി ഗൃണന്തി തേ ഭൂരിതാ ജനാ പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിതോ യാ ഹൃതിസ്പൃശ കുഹകനോ മന ക്ഷോഭയന്തി ചലസി യത് പ്രജാ ചാരയൻ പശൂൻ നളിനസുന്ദരം നാഥത്തെ പദം ശിലതൃണാങ്കുരൈ സീതതീതിന കലിലതാം മന കാന്തഗച്ഛതി. ദിനപരീക്ഷയേ നീലകുന്തളൈ വനരുഹാനനം ബിഭ്രതാവൃതം ഘനരജസ്വലം ദർശയൻ മുഹു മനസി ന സ്മരം വീരയച്ഛസി പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ധ്യേയമാപദി ചരണപങ്കജം ഷന്തമം ച തേ രമണനസ്തനേഷു അർപ്പയാദിഹൻ സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവീരനസ്തേ ധരാമൃതം അടതി യത് ഭവാൻ അഹ്നികാനനം ത്രുടിയുഗായത്തെ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജട ഉതീക്ഷതാം പക്ഷ്മകദൃശാം പതിസുതാന്വയാ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യതേന്ദ്യച്യുതാഗതാ ഗതിവിതസ്തവോ ഗീതമോഹിതാ കിതവയോഷിതാ കസ്ത്യജേന്നിഷി രഹസി സംവിതം ഹൃച്ഛയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹതുരശ്രിയോ
വീക്ഷ്യധാമത്തെ മുഹുരതിസ്പൃഹ മുഹ്യത്തെ മന വ്രജവനൗകസാം വ്യക്തിരംഗത്തെ വൃജിനഹന്ദ്രലം വിശ്വമംഗളം ത്യജമനാക്ഷന തൽസ്പൃഹാത്മന സ്വജനഹൃദ്രുജ. ഹരിരാമ. സ്വജനഹൃദ്രുജ യന്നിഷൂദനം യത്തേ സുജാത ചരണാംബുരുഹംസ്തനേഷു ഭീതാശനൈഃ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീം അടസി തദ് വ്യഥതേന കിംസിൽ കൂർപ്പാതിഭിർ ഭ്രമതി ധീഃ ഭവതായുഷം. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീഗീതം നാമ ഏകത്രിംശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഇതി ഗോപ്യ പ്രഗായന്ത്യ പ്രളപന്ത്യശ്ച ചിത്രധാ രുരുദു സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസ താസാം ആവിരഭൂൽ ശൗരി സ്മയമാനമുഖാംബുജ പീതാംബരധരശ്രഗീ സാക്ഷാൽ മന്മഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ കൃഷ്ണ നാരായണ. പിബത ഭാഗവതം. ഭാഗവത സുധയിലേക്ക് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എത്രയും പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഭാഗവത പ്രേമികളെ, ഭഗവത് സ്വരൂപങ്ങളായ ഏവരുടെയും പാദങ്ങളിൽ ഈ ഉള്ളവൻ ഇവിടെ ഇരുന്ന് മനസ്സാ നമസ്കരിക്കുന്നു, അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദശമസ്കന്ധ ഭാഗങ്ങളാണ് ഈ സന്ദർഭത്തിൽ നാം കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കേൾക്കാനുള്ള ഭാഗം ഏതാ വെച്ചാൽ രാസലീലയാണ്. പ്രധാനമായിട്ട് കേൾക്കാനുള്ള ഭാഗം രാസലീലയാണ്. അതിനുള്ള കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് രാസലീലയിലേക്ക് പ്രവേശിക്കാം. ഒരുപാട് കഥകൾ ഈ ഒരു സന്ദർഭത്തിൽ ഭാഗവതം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പരിധിയുടെ അകത്ത് നിന്നുകൊണ്ട് ചിലത് മാത്രം വിസ്തരിക്കാം എന്നേ ഉള്ളൂ. ശ്രദ്ധിക്കണേ. ഇവിടെ ഈ ഗോപീജനങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. അവർ പറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം ചർച്ച ചെയ്തു, ഈ ഗോപന്മാർ എത്ര ഭാഗ്യം ചെയ്തവരാ. അവർക്ക് ഏത് സമയത്തും ഭഗവാനെ കാണാം, ഭഗവാന്റെ കൂടെ നടക്കാം, ഭഗവാന്റെ കൂടെ കളിക്കാം. എന്നാൽ നമ്മളാണെങ്കിലോ പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളായതുകൊണ്ട് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ഭഗവാനെ കാണാം കാലത്ത് അങ്ങോട്ട് പോണത്, പിന്നെ ഭഗവാനെ കാണണമെങ്കിൽ വൈകിട്ട് ഇങ്ങോട്ട് വരുന്നത്, കാലികളെ മേച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രക്ഷിതാക്കളെ അവിടെ നമ്മളെ ഇരുത്തില്ല, വേഗം അകത്താക്കും. എന്നാൽ ഗോപന്മാർക്ക് അങ്ങനെയല്ല. അവർക്ക് ഏത് സമയത്തും ഭഗവാനോടൊപ്പം നടക്കാം, ഭഗവാനോടൊപ്പം കളിക്കാം, ആഹരിക്കാം. എല്ലാറ്റിനുള്ളതായ ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമുക്കത് ഇല്ലാതെ പോയില്ലേ എന്ന ഒരു വിഷമാണ് അന്നത്തെ ആ ഗോപീജനങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർ ഒത്തുകൂടി ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു ഗോപിക തൻ്റേതായ ഒരു അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ മനസ്സിൽ
എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിപ്പിക്കാൻ ഏറ്റവും നല്ലതെന്താണത്രേ? കാർത്യായനി ദേവിയെ പൂജിക്കലാണ് എന്നാണ്. അപ്പോൾ കാർത്യായനി ദേവിയെ പൂജിക്കലാണ് ഏറ്റവും നല്ലതായിരിക്കുന്ന ഒരു ഉപായം എന്ന് അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കണേ, മനസ്സ് വയ്ക്കണേ. അപ്പോൾ എല്ലാവരും കൂടി ആ ഒരു തീരുമാനത്തിലെത്തി. കാർത്യായനി ദേവിയെ പൂജിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വൃന്ദാവനത്തിൽ ഒരു കാർത്യായനി ക്ഷേത്രമുണ്ട്. ആ കാർത്യായനി ക്ഷേത്രത്തിലേക്ക് അതാ നീങ്ങുന്നു, ഇവരെല്ലാവരും നീങ്ങണം. ഒരു ശരത്കാലത്തിലാണ് ഈ സംഗതി നടക്കുന്നത്. അസാധ്യ തണുപ്പ, പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിൽ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞ അസാധ്യ തണുപ്പ, ചൂടാവുമ്പോൾ അസാധ്യ ചൂടുമാണ്. അപ്പോൾ നല്ല തണുപ്പുള്ള ഒരു കാലം, ഒരു മാസക്കാലമാണ് ഇവർ കാർത്യായനി വ്രതം എടുത്തത്. ആ അമ്മയ്ക്ക് വേണ്ട നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കും, സമ്പ്രദായപ്രകാരം പൂജിക്കും. എല്ലാവരും കൂടി ഒരു ഭാഗത്തിരുന്ന് അതാ മനസ്സറിഞ്ഞ് സ്തുതിക്കും. ആ സ്തുതിയിലൂടെ അവരുടെ പ്രാർത്ഥന എന്താ? കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപ സുതം ദേവി പതിം മേ കുരുത്തേ നമഃ. ഇതാണ് അവരുടെ പ്രാർത്ഥന. ഹേ മഹാമായേ, ഹേ കാർത്യായനി, ആ നന്ദനന്ദനായിരിക്കുന്ന കണ്ണൻ ഞങ്ങളുടെയൊക്കെ നാഥനായിട്ട് വരണേ. അപ്പോൾ ഈ നാഥനായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ രക്ഷിക്കുന്ന ആളായിട്ട് വരണം, നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ആളായിട്ട് വരണം. ഒരു പ്രാകൃത ഭർത്താവ് എന്ന അർത്ഥമൊന്നും ആരും എടുക്കരുത്. അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന. അങ്ങനെ ഈ വ്രതം കാലം കൂടുന്ന ദിവസം, ശ്രദ്ധിക്കണേ, ഈ വ്രതം കാലം കൂടുന്ന ദിവസം എല്ലാവരും വളരെ നേരത്തെ എഴുന്നേറ്റ് ഈ വ്രതത്തെ സമർപ്പിച്ചു. ഇനിയും പ്രകാശമാവാൻ ഒരുപാട് സമയം ബാക്കിയുണ്ട്. എന്താണ് ഇപ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒടുക്കം എല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് ഒരിക്കൽ കൂടി കാളിന്തിയിൽ ഇറങ്ങി കുളിക്കാം. അങ്ങനെ ഈ ഗോപീജനങ്ങൾ എന്ത് ചെയ്തു? വസ്ത്രം കരയ്ക്ക് അഴിച്ചു വെച്ച് അവർ അങ്ങനെ ആ നദിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി, കാളിന്തിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കഷ്ടിച്ച് ഈ കഴുത്തറ്റം വെള്ളത്തിലാണ് അവരിറങ്ങി നിന്നത്. തണുത്ത വെള്ള കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് ഓടക്കുഴൽ വായിക്കുന്ന ശബ്ദം ഇങ്ങനെ കേട്ടത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ പുല്ലാങ്കുഴൽ നാദം എന്ന് നോക്കിയപ്പോഴോ ദാ കൃഷ്ണൻ അവിടെ ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ട്. കൃഷ്ണൻ എന്നിട്ട് ഈ ഗോപികളെ നോക്കിയിട്ട് ഇങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കുകയാണത്. അപ്പോൾ കൃഷ്ണൻ വന്നു, വേഗം വസ്ത്രം ധരിക്കണ്ടേ. വസ്ത്രം വെച്ചോടത്ത് നോക്കി, ആ വസ്ത്രം ഇട്ട് കാണാനുമില്ല. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അതേ കൂട്ടുകാരികളെ, നിങ്ങളെ അലക്ഷ്യമായിട്ട് വസ്ത്രം അവിടെ ഇവിടെ ഊരി വെച്ചു. അത് വല്ലവരും എടുത്തു കൊണ്ടോണ്ടാന്ന് കരുതിയിട്ട് ഞാനിതാ ഇവിടെ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തു വെച്ചിരിക്കുക, ഈ മരക്കൊമ്പിൽ കെട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗോപികൾക്ക് ആകെ കൂടി വല്ലാണ്ടായി. കൃഷ്ണ, അങ്ങനെ ചെയ്യരുതേ, ആ വസ്ത്രം ഞങ്ങൾക്ക് തരണേ, ഞങ്ങളുടെ വസ്ത്രം അങ്ങോട്ട് തരൂന്നേ. അതൊന്നും പറഞ്ഞ് ആ കണ്ണം കൂട്ടാക്കിയില്ല. ഇവരെ കെഞ്ചാൻ തുടങ്ങി. വസ്ത്രം ഹരേ തരിക എന്നവർ ചൊന്ന നേരം വസ്ത്രം തരാം ഇവിടെ വന്നു കരങ്ങൾ കൂപ്പി. എല്ലാവരും കൂടി പറയാ, വസ്ത്രം ഹരേ തരിക, ഹരേ തരിക. ഇപ്രകാരം എന്നവർ ചൊന്ന നേരം, അവരിങ്ങനെ പറഞ്ഞ സമയത്ത് ഭഗവാൻ എന്തു പറഞ്ഞു? നിങ്ങളുടെ വസ്ത്രം ഒന്നും എനിക്ക് വേണ്ട, വസ്ത്രം തരാം, നിങ്ങളുടെ വസ്ത്രം ഞാൻ തന്നേക്കാം, പക്ഷെ വെറുതെ തരില്ല കേട്ടോ. അതിനെന്താ വേണ്ടത്? വസ്ത്രം തരാം ഇവിടെ വന്നു കരങ്ങൾ കൂപ്പി വന്ദിച്ചിരുന്നു ബത മന്ദമിരുന്നതാകിൽ എന്ന് അംബുജാക്ഷൻ ഉര ചെയ്തിതു മന്ദഹാസി. വസ്ത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം, എന്നാൽ നിങ്ങൾക്ക് ഈ വസ്ത്രം തരുന്നതാണ്. വെറുതെ വസ്ത്രം തരില്ല. അത് വെറുതെ വന്നാൽ പോരാ, കരങ്ങൾ കൂപ്പി തൊഴണം, ആ കൈ തലയുടെ മുകളിൽ വെക്കണം, എന്നിട്ട് ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വസ്ത്രം തരുള്ളൂ. അപ്പോൾ ഈ ഗോപികൾ ചിലർ ചോദിച്ചു, എൻ്റെ കൃഷ്ണ, ഞങ്ങൾ എങ്ങനെയാ കൃഷ്ണ അപ്പം അങ്ങോട്ട് കയറി വരിക?
ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, ഇറങ്ങിപ്പോവാൻ നിങ്ങൾക്കറിയുമായിരുന്നല്ലോ അല്ലേ? അപ്പൊ ഏത് വഴിക്കാണോ ഇറങ്ങിപ്പോയത് അതേ വഴിക്ക് ഇങ്ങോട്ട് കയറി വന്നോളൂ. അപ്പൊ ഗോപികൾ പറഞ്ഞു, കൃഷ്ണ ഇറങ്ങിപ്പോവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഭഗവാൻ ഇത് ശരിവെച്ചു, നിങ്ങൾ പറയണത് ശരിയാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ വിഷയക്കയത്തിലേക്ക് ഇറങ്ങാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അവിടുന്ന് കയറി വരിക അത്ര എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടുന്ന് ഇങ്ങനെ കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കയത്തിലേക്ക് ഇറങ്ങാനാണ് എളുപ്പം എന്ന് താല്പര്യം. അപ്പോൾ വേറൊരു ഗോപിക പറഞ്ഞു, കൃഷ്ണ നീ വസ്ത്രം തരുന്നില്ലെങ്കിൽ, അവള് അല്പം ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിച്ചത്. കണ്ണുരുട്ടിക്കൊണ്ട് ആ കണ്ണനോട് പറഞ്ഞു, കൃഷ്ണ നീ വസ്ത്രം തരുന്നില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിന്റെ അച്ഛനോട് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു. അത് ഭഗവാൻ വിട്ടുകൊടുത്തില്ല. അത് ഭഗവാൻ പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്യേ, അച്ഛനോട് ചെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരെ, എന്നാ വസ്ത്രം തരാമെന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പോണ്ടേ, എന്നല്ലേ ഇപ്പം അച്ഛനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അവസാനം അവരാകെ വല്ലാണ്ടായി. അവർക്ക് ആ ദേഹാഭിമാനം പൂർണ്ണമായിട്ടും ഇല്ലാതായി തീർന്നു. അവർ ഓരോരുത്തരായിട്ട് കരയ്ക്ക് കയറി വന്നു. അവരവരുടെ വസ്ത്രം എടുത്ത് ധരിച്ച് ഒരു ഭാഗത്തേക്ക് മാറി ഇരുന്നു എന്നാണ് കഥ. ശ്രദ്ധിക്കണേ. അപ്പോൾ എന്താണ് നാം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എത്ര കാലം വരെ വസ്ത്രം എന്ന ഒരു അഭിമാനം നമുക്കുണ്ടാകുന്നുവോ അത്രയും കാലം ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല എന്നർത്ഥം. ഈ വസ്ത്രം എന്ന വാക്കിന് ശരീരം, ദേഹം എന്ന് ഒരു അർത്ഥമുണ്ട്. അത് പറഞ്ഞു വരുന്നത് ഈ ദേഹാഭിമാനം ഉള്ളിടത്തോളം ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല, അത് അകലത്തിലാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളൊക്കെ അഹങ്കരിക്കുന്നുണ്ട്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ആളാണ് അല്ലേ? ഇപ്പം രാമായണമൊക്കെ പറയുന്നുണ്ട്, ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേട്ടിതം കലർന്നിടും ദശാന്തരേ അല്ലേ? ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്, ഇന്ന ആളാണ്, ഇന്ന ആളാണ്, ഇന്ന പ്രതാപിയാണ് എന്ന് അഹങ്കരിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നില്ല ഇത് അവസാനം എന്തിനുള്ളതാ? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ലാം, വെന്തു വെണ്ണീരായി ചമഞ്ഞു പോയിടിലാം. ഒന്നുകിൽ ജന്തുക്കൾ കഴിക്കാനുള്ളത്, അല്ലെ വെണ്ണീരായിട്ട് മാറാനുള്ളത്, അല്ലെങ്കിൽ മണ്ണിന് കീഴെ കൃമികളരിക്കാനായിട്ട് ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ ശരീരത്തിൽ നന്നല്ല, ദേഹം നിമിത്തം മഹാമോഹം. അപ്പം ഈ ശരീരത്തിൽ ദേഹത്തിൽ അമിത മോഹം വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഓരോരുത്തരെയും വിഷയക്കയത്തിൽ താഴ്ത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനിലേക്ക് നീങ്ങാൻ ആരും വൈകരുതേ എന്ന ഒരു സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ഭഗവാൻ ഗോപസ്ത്രീകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മനോരഥം എന്തു തന്നെയാണെങ്കിലും അത് സാധിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു അവസരം വരട്ടെ എന്ന് പറഞ്ഞ് അവരെ നന്നായിട്ട് അനുഗ്രഹിച്ചു. ആ അവസരമാണ് അതിദിവ്യമായിരിക്കുന്ന രാസലീല എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. ഇവിടെ ഈ കൃഷ്ണാവതാരത്തിൻ്റെ ഉദ്ദേശം എന്താ? ദശമസ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിച്ചതാണ് അഹങ്കാരത്തെ ഇല്ലാതാക്കി തീർക്കുക എന്നത്. ആരെയും അഹങ്കരിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഭഗവാനെ സ്നേഹിക്കുന്നവരെ അഹങ്കരിക്കാൻ ഭഗവാൻ സമ്മതിക്കുമോ? ഇല്ല. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ഉള്ളിൽ ബാധിച്ചതായിരിക്കുന്ന അഹന്തയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർക്കേണ്ടത്. നമ്മൾ ഓരോ കഥകളായിട്ട് കേട്ടിട്ടുണ്ട്, അതിനൊക്കെ പഠിക്കണം. അതൊക്കെ യശോദാമയ്ക്കുണ്ടായ ഭാവത്തെ ഭഗവാൻ ഇല്ലാതാക്കി തീർത്തു, വാ തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇല്ലേ? നന്ദഗോപർക്കുണ്ടായ ഭാവത്തെ ഭഗവാൻ ഇല്ലാണ്ടാക്കി തീർത്തിട്ടുണ്ട്. ഇതാ കാളിയനാകുന്ന അഹങ്കാര സർപ്പത്തെ ഒട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. തീർന്നില്ല, ദേവേന്ദ്രന് അഹങ്കാരം ഉണ്ടായി. അടുത്തൊരു കഥ അത് പറയുന്നുണ്ട്. ആ അഹങ്കാരത്തെ ഗോവർദ്ധനോദ്ധാരണം എന്ന ലീലയിലൂടെ ഭഗവാൻ ഇല്ലാണ്ടാക്കി തീർത്തിട്ടുണ്ട്. കാമദേവൻ ഉണ്ടായ അഹങ്കാരം, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. ആ അഹങ്കാരത്തെയാണ് അതിദിവ്യമായ രാസലീലയിലൂടെ ഭഗവാൻ അതാ ഇല്ലാതാക്കി തീർക്കുന്നത്. ദശമസ്കന്ധത്തിൽ 29 മുതൽക്ക് 5 അധ്യായങ്ങളെ കൊണ്ടാണ് ഈ രാസലീല ഇവിടെ വർണ്ണിക്കുന്നത്. പ്രിയ ബന്ധുക്കളെ,
ശ്രീമദ് ഭാഗവത ഗ്രന്ഥം കയ്യിലുള്ളവരെ 29-ാമത്തെ അധ്യായം ഒന്ന് തുറന്നു വയ്ക്കും. നമുക്ക് ആ പുസ്തകത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. ശുകദേവര് പറഞ്ഞു, പരീക്ഷത്തെ, ഭഗവാൻ അപിതാ രാത്രീ ശരതോദ്ഭുല്ലമല്ലിക വീക്ഷരന്തും മനശ്ചക്രേ യോഗമായാം ഉപാശ്രിതഃ. ഭഗവാൻ അപിതാ രാത്രീ ശരതോത് ഭുല്ലമല്ലികാഃ വീക്ഷരന്തും മനശ്ചക്രേ യോഗമായാം ഉപാശ്രിതഃ. രാത്രി എന്ന് നീട്ടി പറഞ്ഞു. എന്തിനീ രാത്രി എന്ന് നീട്ടി പറഞ്ഞിരിക്കണം? രാത്രി എന്ന് പറഞ്ഞാൽ പോരെ? രാത്രി എന്ന് നീട്ടി പറഞ്ഞിരിക്കണം എന്താ വെച്ചാൽ ഇത് ഒരു ദിവസം മാത്രം ഉണ്ടായ കഥയല്ല, ഇന്നും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ രാത്രി എന്ന് നീട്ടി അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. മനസ്സ് വയ്ക്കണേ. അപ്പോൾ അന്നൊരു രാത്രി ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ തൻ്റെ തന്നെ ശക്തിയായിരിക്കുന്ന മായ, ആ യോഗമായയെ തന്നിലേക്ക് സ്വീകരിച്ചു. രാസമണ്ഡപത്തിൽ കയറി നിന്നു. അതിമനോഹരമായിരിക്കുന്ന തൻ്റെ പുല്ലാങ്കുഴൽ വായിച്ചു. ഈ പുല്ലാങ്കുഴൽ നാദമാവട്ടെ ഓരോരോ ഗോപീജനങ്ങളുടെയും അകത്തേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. അപ്പോൾ ഓരോരോ ഗോപികയും വിചാരിക്കണമെന്താ, എന്നെയാണ് ആ കണ്ണൻ വിളിക്കുന്നത്, എന്നെയാണ് വിളിക്കുന്നത് ചന്ദ്രികയെ, മല്ലികയെ എന്ന് ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കുന്നത് പോലെയാണ് അവിടെ തോന്നിപ്പോയത്. ശ്രദ്ധിക്കുക, എന്നെയാ വിളിക്കുന്നത്, എന്നെയാ വിളിക്കുന്നത് എന്ന് തോന്നിപ്പോയി. ഭഗവാനാണ് വിളിക്കുന്നത്. ആ ഭഗവാൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും അമാന്തിക്കാൻ പാടില്ല. എത്രയും വേഗം ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ആരും അമാന്തിക്കരുത്. പ്രത്യേകിച്ച് ഭഗവാൻ വിളിക്കുമ്പോൾ ഒട്ടും അമാന്തിക്കരുത്. വളരെ വേഗം എത്തണം. എവിടെ എത്തണം? ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരണം. മനസ്സ് വയ്ക്കുക. അങ്ങനെ അവരെല്ലാവരും കൂടി ആ ഭഗവാന്റെ അടുത്തെത്താനായിട്ട് ഒന്ന് പുറപ്പെട്ടു. അല്ലേ, പുറപ്പെടാണ്ട് പോകാൻ പറ്റില്ലല്ലോ. പുറപ്പെട്ടു. പക്ഷെ പുറപ്പെടുന്ന സമയത്ത് എന്താ ഉണ്ടായത്? ശരീരബോധം കുറേശ്ശെ അവർ വിട്ടിട്ടുണ്ട്. അത് അലങ്കാരികമായിട്ട് ശ്രീമദ് ഭാഗവതോടെ കാണിക്കുകയും ചെയ്തു. വസ്ത്ര ആഭരണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറിപ്പോയിന്ന. കയ്യിലിടേണ്ടത് തലയിൽ, തലയിലിടേണ്ടത് അരയിൽ, അരയിലിടേണ്ടത് കഴുത്തിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇതിലൊന്നും ശ്രദ്ധയില്ല. ചില ഗോപികൾ ഒരു കണ്ണ് മാത്രം എഴുതി. ചില ഗോപികൾ മുടി ഒതുക്കാൻ മറന്നുപോയി. ചില ഗോപികൾ വസ്ത്രം എങ്ങനെയോ ചുറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തണം. ഭഗവാനാണ് വിളിക്കുന്നത്. ആ ഒരു തിടുക്കാണ്. അവസാനം എല്ലാവരും കൂടി ആ ഭഗവാന്റെ അടുത്തെത്തി. ആ ഭഗവാൻ നോക്കി, എല്ലാവരും വന്നിട്ടുണ്ടോ? താൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും വന്നിട്ടുണ്ട്. എന്തേ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ കാരണം, ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം. ആ ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ വിചാരിച്ചാലേ ആ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. സാക്ഷാൽ ധർമ്മശാസ്താവിനെ കാണണമെങ്കിൽ ആ മണികണ്ഠസ്വാമി തന്നെ വിചാരിക്കണം, ഇയാളെ എന്നെ ഒന്ന് വന്ന് തൊഴുതു പോയിക്കോട്ടെ എന്ന് വിചാരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മണികണ്ഠ ദർശനം ഉള്ളൂ. നോക്കൂ, ഇവിടെ എല്ലാവരും എത്തി എന്ന് കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു. ആരോടാ? ഈ ഗോപികളോടാണ് പറയണത്. പുസ്തകമുള്ളവരൊന്ന് ശ്രദ്ധിച്ചോളൂ. 18, 19, 20 മുതലായിരിക്കുന്ന ചില ശ്ലോകങ്ങളെയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ എന്താണ് ഭഗവാന് പറയാനുള്ളത്? സ്വാഗതം വോ മഹാഭാഗ പ്രിയ കിം കരവാണിവ വ്രജസ്യാനാമയം കച്ചിത് ബ്രൂത ആഗമന കാരണം രജന്യേഷ ഘോരരൂപ ഘോരസത്വനിഷേവിത പ്രതിയാത വ്രജം നേഹ സ്തേയം സ്ത്രീഭി സുമധ്യമാ. സ്വാഗതം വോ മഹാഭാഗ. ഹേ പ്രിയപ്പെട്ട ഗോപീജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ ഉള്ളവനിതാ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ആട്ടെ, എന്തിനാണാവോ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ടിപ്പോൾ എഴുന്നള്ളിയത്? ഇത് കേട്ടപ്പോൾ ഈ ഗോപികൾക്ക് ആകെ വല്ലാണ്ടായി. പേരെടുത്ത് വിളിച്ചിട്ട് ആണ് പോയത്. അവിടെ എത്തിയിട്ട് ചോദിക്കണോ എന്തിനു വന്നോ എന്ന് ചോദിക്കണോ? എന്താ അപ്പോൾ പറയുക? എന്തിനു വന്നോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒന്നും പറയാനില്ല. ഒന്നും മിണ്ടിയില്ല അവർ.
ഭഗവാൻ തുടർന്നു. അവിടുന്ന് ഈ സമയം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? രജന്യേഷ ഘോരരൂപ ഘോരസത്വനിഷേവിത. ഇത് ഘോരയായിരിക്കുന്ന രാത്രിയാണ്. ഘോരങ്ങളായിരിക്കുന്ന മൃഗങ്ങളൊക്കെ ഇവിടെയുണ്ട്, ക്രൂരങ്ങളായിരിക്കുന്ന ജീവജാലങ്ങളുണ്ട്. ആയതിനാൽ പ്രതിയാത്, നിങ്ങളാരും ഇവിടെ നിൽക്കരുത്, തിരിച്ചു പോയിക്കോളൂ. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എല്ലാവരും എന്ത് ചെയ്യുക? എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോവുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഓരോരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കണം. മാതര പിതര പുത്ര ഭ്രാതര പതയശ്ച. ചിലർ അമ്മയുടെ കാര്യം നോക്കുക, എന്നാൽ ചിലരാണെങ്കിലോ പിതാവിൻ്റെ കാര്യം നോക്കണം, അച്ഛൻ്റെ കാര്യം നോക്കണം. ചിലർ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം. ചിലർ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചിലർ ഗോക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചിലർ വീട്ടിലെ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്നത് നന്നായി എന്ന് തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഇവിടെ നിൽക്കരുത്. എത്രയും വേഗം നിങ്ങൾ എന്താ വേണ്ടത്? അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോവുക. ഇതും ഭഗവാന്റെ ഒരു പരീക്ഷണമാണ്. ഭഗവാനോട് അടുക്കുന്നവരെ ഭഗവാൻ എന്താ ചെയ്യണത് അറിയോ? ഇടയ്ക്കൊന്നിങ്ങനെ കൊടയാറുണ്ട്. എന്തിനീ കൊടയണത്? വിട്ടുപോവാണെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ട് തന്നെയാണ്. ഇല്ല, ആ അള്ളിപ്പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഭഗവാന് വലിയ ഇഷ്ടമാണ്. ഇവിടെ ഗോപീജനങ്ങൾ അനങ്ങിയില്ല അവിടെ നിന്ന്. അപ്പം ഇങ്ങനെ ഒരുപാട് ഭഗവാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ സ്ത്രീകളുടെ ധർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവിടെ വെച്ച് കേവനായിക്കൊണ്ട് സ്ത്രീധർമ്മമൊക്കെ ഉപദേശിച്ചു കൊടുക്കണോ ഭഗവാൻ? വിശിഷ്യ പതിവ്രതാധർമ്മത്തെയാണ് ഭഗവാൻ അവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു പതിവ്രതയെ സംബന്ധിച്ച് ഭർത്തൃ ശുശ്രൂഷണം സ്ത്രീണാം പരോ ധർമ്മോ ഹി അമായയ തത് ബന്ധൂനാം ച കല്യാണ്യ പ്രജാനാം ചാനുപോഷണം. ഒരു പതിവ്രതയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഈശ്വരൻ സ്വന്തം ഭർത്താവാണ്. ഭർത്താവ് കഴിഞ്ഞിട്ടേ ആ ഒരു സ്ത്രീക്ക് ഇനി വേറൊരു ഗുരുവായൂരപ്പനുള്ളൂ. അഥവാ മറ്റൊരു ശൈലി പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവിലൂടെ ആ ഈശ്വരനെ കാണാനാണ് ആര് പഠിക്കേണ്ടത്? ഈ ഒരു പതിവ്രത പഠിക്കേണ്ടത്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഭർത്താവ് ഉദ്യോഗമെല്ലാം കഴിഞ്ഞ് വിശന്ന് ആകെ വാടി തളർന്ന് വീട്ടിലേക്ക് കയറി വരികയെന്ന് വിചാരിക്കുക. എന്തിനാണ് ഈ പുരുഷൻ തൻ്റെ വ്യാപാരത്തിന് പോണത്? സ്നേഹനിധിയായിരിക്കുന്ന ഒരു ഗൃഹനാഥൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ ബാഹ്യലോകത്തേക്ക് വ്യാപാരത്തിനായിട്ട് പോണത് എന്ന് അറിയാലോ. ഈ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ തന്നെയാണ്. ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ഉത്തരവാദിത്വം തനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ഗൃഹനാഥൻ പുറത്തു പോകണ്ടെങ്കിൽ പോണത്. അപ്പോൾ ആകെ തളർന്ന് വാട്ടി അവശനായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് കണ്ട് കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, അതേ ഭാര്യയോട് പറഞ്ഞു, അതേ വല്ലാണ്ട വിശക്കുണ്ട് കേട്ടോ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം, ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളം തരൂ. അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനിതാ ഇവിടെ നാരായണീയം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 2 ദശകവും കൂടി വായിച്ചിട്ട് അങ്ങോട്ട് തരാം. സത്യത്തിൽ ഗുരുവായൂരപ്പൻ പോലും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ ഗുരുവായൂരപ്പൻ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഈ നാരായണീയ ദശക പാഠമാണ് ഗുരുവായൂരപ്പന് താല്പര്യം, ഭഗവാൻ ഇഷ്ടം. ഇതാരെ ഈ പറയണത്? സാക്ഷാൽ ഭഗവാനാണ് ഈ പറയണത്. ഭർതൃശുശ്രൂഷണം സ്ത്രീണാം പരോ ധർമ്മ ഹി അമായയ. കാപട്യം ലവലേശം പോലും അവിടെ ഉണ്ടാവരുത്. ഇനി അതേപോലെ ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ടാവാം, നമ്മുടെ കുട്ടികളുണ്ടാവാം, വീട്ടുകാര്യങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ ചെയ്യാം. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരിക്കലും അധർമ്മം ബാധിക്കുന്നില്ല. അധർമ്മം ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീ ഏറ്റവും അവസാനം എത്തുന്നത് എവിടെയാണ്? സുകൃത്തികൾ എത്തുന്നതായിരിക്കുന്ന ആ ലോകത്തിലാണ് ആ ഒരു പതിവ്രത എത്തിച്ചേരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചോദിക്കാം, ഗോപികൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല, ഇനി ആരും ചോദിക്കരുത് എന്ന് കരുതിയിട്ട് ആ ചോദ്യത്തിനുള്ള സ്ഥാനം പോലും ഇല്ലാതാക്കി തീർക്കുകയാണ് ഭഗവാനോട് ചെയ്യുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, എന്താ അറിയോ? അതേ ഗുരുവായൂരപ്പ, ഒരു സ്വകാര്യം പറയാനുണ്ട്. ഇതിപ്പോൾ ചെവിയിലേ പറയാൻ പറ്റുള്ളൂ.
എന്താ പറയുക, എൻ്റെ ഭർത്താവ് അങ്ങനെയാ ഇങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ എന്താ പറയണേ? ഭർത്താവ് എങ്ങനെയുള്ള ആൾ വേണമെങ്കിലും ആയിക്കോട്ടെ, ദുശ്ശീല, ദുർഭഗ, വൃദ്ധ, ജഡ, രോഗി, അധനോപിവ. ഭർത്താവ് ദുശ്ശീലനാവട്ടെ, ദുരാചാരിയാവട്ടെ, മദ്യപാനിയാവട്ടെ, രോഗിയാവട്ടെ, അതൊക്കെ തൻ്റെ പ്രാരബ്ധത്തിൻ്റെ ഭാഗമാണ്, തൻ്റെ യോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കരുതുക. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഭർത്താവിനെ വേണ്ട രീതിയിൽ പൂജിക്കുക. എങ്കിൽ മാത്രമേ മഹതികൾ എത്തുന്ന, സുഹൃതികൾ എത്തുന്ന ലോകത്തിൽ ആ ഒരു സ്ത്രീക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കണേ, ദുഷ്ടനായിരിക്കുന്ന രാവണനെ മണ്ഡോദരി ഉപേക്ഷിച്ച് പോയിട്ടില്ല. എന്നാൽ വേണമെങ്കിൽ മണ്ഡോദരി പരമസാത്വികയാണ്, വേണമെങ്കിൽ മണ്ഡോദരിക്ക് ആ രാവണനെ ഉപേക്ഷിച്ച് പോകാമായിരുന്നു. പോയോ? പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? തൻ്റെ കൈ പിടിച്ച പുരുഷൻ. അത് എങ്ങനെയുള്ള ആളായാലും തന്നെ സംബന്ധിച്ച് അത് ഈശ്വരനാണ്. അന്ധനായിരിക്കുന്ന ധൃതരാഷ്ട്രയെ വേണമെങ്കിൽ ഗാന്ധാരിക്ക് ഉപേക്ഷിക്കാമായിരുന്നു, അല്ലേ? പക്ഷേ കൈ പിടിച്ച ശേഷമാണ് അദ്ദേഹം അന്ധനാണ് എന്ന് മനസ്സിലായതും സ്വയം അന്ധതയെ ഈ ഗാന്ധാരി വരിച്ചതും. അപ്പോൾ ഒരിക്കലും ഗാന്ധാരി ആ ധൃതരാഷ്ട്രയെ ഉപേക്ഷിച്ചിട്ടില്ല, നിഴല് പോലെ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരൊക്കെ സ്ത്രീരത്നങ്ങളായിട്ട് മാറിയത്. ഗാന്ധാരി, താര, മണ്ഡോദരി, ഇവരൊക്കെ ആ ഒരു തലത്തിലേക്ക് എത്താൻ കാരണം അതാ. സീതാദേവി ഒരിക്കലും രാമനെ വെറുത്തിട്ടില്ല. ഗർഭിണിയായിരിക്കുന്ന തന്നെ ഉപേക്ഷിച്ചിട്ടും രാമനെ സീതാദേവി വെറുത്തിട്ടില്ല. ആ സീതയ്ക്ക് രാമനോട് അമിത ബഹുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അറിയാമായിരുന്നു ആ സാധ്യയ്ക്ക്. ശ്രദ്ധിക്കുക. അപ്പോൾ പതി സ്ത്രീഭിർനഹാതവ്യോ ലോകേപ്സൂഭിരപാതകി. ഒരു കാരണവശാലും സ്ത്രീ പുരുഷനെ ഉപേക്ഷിച്ച് പോകരുത്. കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ബാക്കിയെല്ലാം തൻ്റെ യോഗമായിട്ട്, തൻ്റെ പ്രാരബ്ധമായിട്ട് മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. ചോദിക്കാൻ വേണമെങ്കിൽ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറയാൻ പാടുണ്ടോ, ഇതൊക്കെ പറ്റുമോ, പ്രായോഗികമാണോ എന്നൊക്കെ തർക്കുത്തരായിട്ട് വേണേൽ ചോദിക്കാം. പക്ഷേ ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, അങ്ങനെ സഹനശക്തിയോട് കൂടിയിട്ട് ജീവിക്കുമ്പോഴാണ് എവിടെ എത്തുന്നത്? ആ വിഷ്ണുപാദത്തോട് കൂടുതൽ 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 അടുക്കണത് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇവിടെതാ ഇത്രയും പറഞ്ഞു ഭഗവാൻ ആ ഗോപീജനങ്ങളോട്. ഗോപീജനങ്ങൾ തലയങ്ങോട്ട് താഴ്ത്തി, അവരുടെ കണ്ണുകൾ നിറഞ്ഞു, ധാരയായിട്ട് കണ്ണീര് വരുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരുന്നുണ്ട്. തല താഴ്ത്തി കാലിൻ്റെ പെരുവിരലിനെ കൊണ്ട് നിലത്തിങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയെന്ന. ഏതുപോലെ എന്ന് വെച്ചാൽ പണ്ട് സീതാദേവിക്ക് ഇതേ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വാൽമീകി ഭഗവാൻ ലവകുശന്മാരെയും സീതയെയും കൂട്ടിയിട്ട് രാമസന്നിധിയിലെത്തി. സീതയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ പറഞ്ഞു, തീർച്ചയായിട്ടും സ്വീകരിക്കാം. സീത പരിശുദ്ധയാണ് എന്ന് എനിക്കറിയാം, നല്ല ബോധം എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് സീതയെ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ വെച്ച് സീത ഒരു പ്രതിജ്ഞ എടുക്കണം എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അതൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സീതാദേവി രാമൻ്റെ ആ വാക്കുകൾ പെട്ടെന്ന് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ ആ സാധ്യ എന്ത് ചെയ്തു? ഇതേപോലെ തലയങ്ങോട്ട് താഴ്ത്തി, ധാരയായിട്ട് കണ്ണീര് വരുന്നുണ്ട്. കാലിൻ്റെ പെരുവിരലിനെ കൊണ്ട് നിലത്തൊരു വരയങ്ങോട്ട് വരച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ശുദ്ധയാണെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് എടുത്തോളൂ, അതാണ് നല്ലതെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ഇടിമുഴക്കുണ്ടായതും ആ ഭൂപുത്രി ഭൂമിയിലേക്ക് മറഞ്ഞതും. നോക്കൂ, ഇവിടെ സീത രാമനോട് അന്ന് ഒന്നും പറഞ്ഞില്ല എങ്കിൽ ഈ ഗോപീജനങ്ങൾ കൃഷ്ണനോട് 2 വാക്ക് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പാണ്ഡിത്യം, ജ്ഞാനം ആ ഗോപീജനങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് അവരുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഗോപികൾ പറഞ്ഞു, കൃഷ്ണ, എവിടെയാണ് ഞങ്ങൾക്ക് ഭർത്താവ് ഉണ്ടാവുന്നത്? എവിടെയാണ് ഞങ്ങൾക്ക് അച്ഛൻ, അമ്മ, മക്കള്, ബന്ധുക്കളൊക്കെ ഉണ്ടാവുന്നത്? കേവലം ഒരു ശരീരത്തെ അല്ല ഞങ്ങളിവിടെ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ ഭാര്യയായിട്ടോ അച്ഛനായിട്ടോ അമ്മയായിട്ടോ മക്കളായിട്ടോ ബന്ധുവായിട്ടോ കണ്ടിരിക്കുന്നത്.
ഇപ്പോൾ അതാ അച്ഛൻ അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക, അഥവാ ഭർത്താവ് എന്നേക്കായിട്ട് യാത്രയായെന്ന് വിചാരിക്കുക. ഒരു സ്ത്രീയും ആ ശരീരം നോക്കിയിട്ട് പറയില്ല അതെൻ്റെ ഭർത്താവാണെന്ന്. പറയൂ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പറയില്ല. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അത് എൻ്റെ ഭർത്താവിൻ്റെ എന്നേ പറയുള്ളൂ, അല്ലേ? ഭർത്താവിൻ്റെ. ഇന്നാളുടെ ശരീരം കൊണ്ടുവരണോ, ബോഡി കൊണ്ടുവരണോ എന്നേ പറയുള്ളൂ. അപ്പോൾ അത് ബോഡിയാണ് കൊണ്ടുവരുന്നത്, സോൾ അവിടെ പോയി, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭർത്താവ് എവിടെ പോയി? അത് ശരീരം മാത്രമാണ്. അച്ഛനല്ല, അമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, ഒന്നുമല്ല. ഇനി അടുത്തതാണ്. അപ്പോൾ കൃഷ്ണൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭർത്താവ് ഉണ്ടായത്, ഭാര്യ ഉണ്ടായത്, മക്കളുണ്ടായത്, ബന്ധങ്ങളുണ്ടായത്. ഒക്കെ കാരണം അങ്ങയുടെ സാന്നിധ്യമാണ്. അപ്പോൾ ഞങ്ങൾ ഭർത്താവായിട്ട് കാണുന്നത് അങ്ങയെയാണ്, അച്ഛനായിട്ടും അമ്മയായിട്ടും അങ്ങയെയാണ് കാണുന്നത്, മക്കളായിട്ട് കാണുന്നത് അങ്ങയെ തന്നെയാണ് ഞങ്ങൾ മക്കളായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ ഇന്ന് ആരെയും ഉപേക്ഷിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ ആരെയും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് അങ്ങ് പറഞ്ഞിരിക്കണം എന്താ വെച്ചാൽ, വീട്ടിൽ പോകണം, വീട്ടിലെ പണി എന്താ വെച്ചാൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ കണ്ണാ, എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക? എന്താ വെച്ചാൽ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് കൈയുണ്ടാവണം, കാലുണ്ടാവണം. കൈകാലുകളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ജോലികളൊക്കെ എടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ണില്ല, കാതില്ല, മൂക്കില്ല, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇല്ല ഇല്ല എന്ന് പറയണ്ട. അപ്പോൾ ഇവരെന്തേ പറയണത്? 25 എണ്ണത്തിൽ നിന്ന് 24 എണ്ണം ഇല്ല എന്നാണ് ഇവർ തൽക്കാലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 25 എണ്ണത്തിൽ നിന്ന് 24 ഇല്ലാതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഒന്നുമില്ല. ആകെ കൂടി ഒന്നേ ഉള്ളൂ. ആ ഒന്ന് ആരാ? ആ ഒന്ന് സാക്ഷാൽ ഭഗവാനാണ്, ആ ജീവനാണ്. അപ്പോൾ പ്രാകൃതമായ ശരീരത്തെയല്ല ഇവിടെ വലിച്ചത്, ഇവിടെ ഭഗവാൻ തന്നിലേക്ക് ആകർഷിച്ചത് ആ ജീവാത്മാവിനെ തന്നെയാണ്. അപ്പോൾ ജീവാത്മാ പരമാത്മാ സമ്മേളനമാണ് ഈ ദിവ്യമായ രാസലീല എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ഒരു സ്ത്രീ പുരുഷ ബന്ധമൊന്നും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ധരിക്കരുത്. ശ്രദ്ധിക്കണേ. ഇവിടെ ഗോപീജനങ്ങളുടെ ഈ വാക്കുകൾ കേട്ട സമയത്ത് ഭഗവാന് വലിയ സന്തോഷമായി. ആ ഭഗവാൻ പെട്ടെന്ന് വാക്കങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അതിനിപ്പോൾ നിങ്ങളോട് ആരാ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത്? വല്ലവരും പറഞ്ഞത് നിങ്ങളോട് പോകാൻ? ഇത്രയും നേരം പറഞ്ഞതാ പോയിക്കോളൂ, ഇത് രാത്രിയാണ്, ഘോരവനമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇപ്പം എന്താ പറയണത്? ഏയ് നിങ്ങളോട് പോകാനൊന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ ഗോപീജനങ്ങൾക്ക് അമിതാഹ്ലാദം ഉണ്ടായി. അവരുടെ ആ ഒരു സന്തോഷം ഭഗവാനിലേക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങി പല പല ചേഷ്ടകളിലൂടെ. പക്ഷെ ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ അവരുടെ ഉള്ളിലേക്കാണ് നോക്കിയത്. ഭഗവാൻ എന്ത് ചെയ്തു? ഇവരുടെയൊക്കെ അകത്തേക്ക് ഇങ്ങനെ നോക്കി. അകത്തേക്ക് നോക്കിയ സമയത്ത് എല്ലാവരിലും സൗഭഗമതം വീക്ഷ്യ. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ ഒരു അഹന്ത കണ്ടു എന്നാണ്, അഹങ്കാരം കണ്ടു എന്നാണ്. ഇത് കണ്ടതോടുകൂടിയിട്ട് മനസ്സ് വയ്ക്കാം, ഇത് കണ്ടതോടുകൂടിയിട്ട് ഭഗവാൻ തത്രൈവാന്തരധീയത, പെട്ടെന്ന് അവരിൽ നിന്ന് അന്തർധാനം ചെയ്തു ഭഗവാൻ. അപ്പോൾ ഇത്രയും നേരം കണ്ടതായിരിക്കുന്ന ആ ഭഗവാനെ കാണാനില്ലല്ലോ എന്നും പറഞ്ഞ് ഇവരിതാ പല ദിക്കിലും അന്വേഷിച്ചു. അതും ഏത് ഭഗവാനെയാണ് ഇവരന്വേഷിക്കണത്? അകത്തിരിക്കുന്ന ഭഗവാനെ. എന്നാൽ അകത്തേക്ക് നോക്കണ്ടേ? നോക്കിയില്ല. അപ്പോൾ അകത്തേക്ക് നോക്കാതെ ബാഹ്യമായിട്ട് എല്ലായിടത്തും പോയിട്ട് എവിടെയാണുള്ളത് എന്ന ആ ഭാവത്തിൽ നോക്കി. പക്ഷേ എവിടെ നോക്കിയിട്ടും ആ ഭഗവാനെ കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോഴാണ് അതാ പാദമുദ്ര കാണുന്നത്, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദമുദ്ര. കൃഷ്ണൻ്റെ കാല് പതിഞ്ഞ സ്ഥാനം പെട്ടെന്ന് മനസ്സിലാവും. ചില പ്രത്യേക അടയാളങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ കണ്ടു. അപ്പോൾ ഒരു ഗോപിക ഓട്ടി വന്നിട്ട് പറഞ്ഞു, കൃഷ്ണൻ്റെ പാദമുദ്ര മാത്രമല്ലല്ലോ ഇവിടെ കാണുന്നത്, ഇവിടെ ഒരു ഗോപിയുടെ കാലടയാളം കൂടി കാണുന്നുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. ശരിയാണല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരാ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ആര് പോയി ഇവിടുന്ന്? ആരാ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്? പരസ്പരം അന്വേഷിച്ചു.
രാധാദേവി, രാധ എന്നൊന്നും ഭാഗവതം തൽക്കാലം പറയുന്നില്ല, മറ്റൊരു ഗോപിക എന്ന് പറഞ്ഞ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രാധ എന്ന് നമുക്ക് പറയാം. കുറേ ദൂരം നടന്നപ്പോൾ രാധാദേവി അവിടെ കിടക്കണം. എന്താ രാധയെ നിനക്ക് പറ്റിയത്? അതോ നിങ്ങൾക്ക് അഹങ്കാരം വന്നപ്പോൾ എനിക്ക് അഹങ്കാരം വന്നിട്ടുണ്ടായില്ല. അപ്പോൾ കൃഷ്ണൻ എന്നോട് ചോദിച്ചു, രാധയെ നീ വരണോ എൻ്റെ കൂടെ? ഞാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തൊരു സ്ഥാനം എനിക്ക് കിട്ടിയപ്പോഴോ എനിക്ക് അഹങ്കാരം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃഷ്ണ, എനിക്ക് കാട്ടുകൂടെ നടന്ന് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. ഇത് കേൾക്കേണ്ട താമസം ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ രാധയോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഈ ചുമലത്തേക്കാണ്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ കയറിയിരിക്കാൻ പാടുണ്ടോ? ഇത് കേൾക്കേണ്ട താമസം, എന്നാൽ ഇരിക്കുക കേട്ടോ കൃഷ്ണ. ഓ ഇരുന്നോളൂ, പക്ഷേ നോക്കിയിരിക്കണേ എന്ന് പറഞ്ഞു. അത് കേട്ടതുമില്ല. ഒടുക്കം രാധാദേവി അവിടെ അങ്ങോട്ടിരുന്നു. കൃഷ്ണനോ മറഞ്ഞു, രാധയോ മറഞ്ഞു വീണു. ഇതാണ് ഇപ്പം ഉണ്ടായത്. എന്നാൽ വരൂ, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. അങ്ങനെ അവർ എല്ലാവരും കൂടി ചേർന്ന് കൃഷ്ണലീലകൾ ആടാൻ തുടങ്ങി. കാണുന്ന ഓരോരോ വസ്തുക്കളോടും ചോദിച്ചു, നിങ്ങൾ കണ്ടുവോ കൃഷ്ണനെ? നിങ്ങൾ കണ്ടുവോ കൃഷ്ണനെ? എല്ലാറ്റിനോടും ചോദിക്കണ്ടേ, കൃഷ്ണനെ കണ്ടുവോ, കൃഷ്ണനെ കണ്ടുവോ, കൃഷ്ണനെ കണ്ടുവോ എന്ന് എടുത്ത് ചോദിക്കണം. അപ്പോൾ ഏവരും പറയണം എന്താ വെച്ചാൽ കണ്ടിട്ടില്ല, 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 കണ്ടിട്ടില്ല. പ്രകൃതി പോലും പ്രതികരിച്ചു അത്രേ. ശ്രദ്ധിക്കണേ, അവസാനം ആകെ കൂടി കഷ്ടത്തിലായി ഇവർ. എല്ലാവരും കൂടി ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹാ നാഥ രമണപ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമി സഖേ ദർശയ സന്നിധിം ഹാനാഥ ഹാനാഥ രമണപ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. ഹേ കൃഷ്ണ, ഞങ്ങളങ്ങനെ തനിച്ചാക്കി പോരുതേ, ഒന്ന് വേഗം മുന്നിൽ വരണേ, മുന്നിൽ വരണേ. ഒടുക്കം സങ്കടപ്പെട്ട് എല്ലാവരും ഒരു ഭാഗത്തിരുന്നു, കണ്ണീരൊക്കെ തുടച്ചു. അവർ ഭഗവാനെ സ്തുതിക്കാനായിട്ട് തീരുമാനിച്ചു. ആ ഒരു സ്തുതിയാണ് പിൽക്കാലത്ത് പ്രസിദ്ധമായ ഒരു ഗീതമായിട്ട് മാറിയത്. നേരത്തെ നാം പാരായണം ചെയ്ത ഗോപികാഗീതം. ഈ ഗോപികാഗീതം ഗോപികളുടെ വാക്കുകളായിട്ട് തന്നെയാണ് ശുകദേവര് ശ്രീമദ് ഭാഗവത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഓരോരോ ശ്ലോകങ്ങളെ ഓരോരോ ഗോപികയുടെ അഭിപ്രായമായിട്ട് വേണം നാം മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് ഈ ഗോപീജനങ്ങൾക്ക് പറയാനുള്ളത്? നമുക്കൊന്ന് നോക്കാം. പുസ്തകമുള്ളവർ ശ്രദ്ധിക്കുക, ഗ്രന്ഥത്തിലേക്ക് ശ്രദ്ധിക്കുക. ഗോപികാഗീതത്തിലെ ചില ശ്ലോകങ്ങളിലൂടെ നമുക്ക് നീങ്ങാം. ഇവിടെ ഗോപികൾ പറഞ്ഞു, ജയത്തിത്തേധികം ജന്മനാ വ്രജ ശയത ഇന്ദിര ശശ്വതത്രഹി ദയിത ദൃശ്യത ദിക്ഷുതാവക ത്വയി ധൃതാസവ ത്വാം വിഛിന്വതേ. ഗോപീജനങ്ങൾ ഇവിടെ പറയാ, ജയിച്ചാലും ജയിച്ചാലും ആരെയാ ഈ ജയിക്കൂ ജയിക്കൂ എന്ന് പറയണത്? ശരീരത്തെ, വ്രജത്തെ. വ്രജം ജയിക്കട്ടെ എന്നാണ്. ജയത്തിത്തെ അധികം ജന്മനാ വ്രജ. ഈ വ്രജം ജയിക്കട്ടെ എന്ന് പറയാൻ കാരണം ഈ വ്രജത്തിൽ ഇന്ദിരാദേവി പ്രകാശിക്കേണ്ട. ഇന്ദിര എന്ന് വെച്ചാൽ ലക്ഷ്മി. അപ്പം ഇന്ദിരാപ്രകാശം ഈ വ്രജത്തിലുണ്ട്. കാരണം ശ്രദ്ധിക്കണേ, എന്താണ് കാരണം? കാരണം മറ്റൊന്നുമല്ല, ഇന്ദിരാകാന്തൻ്റെ അവതാരം കൊണ്ട് ധന്യമാണ് ഈ വ്രജം. അതാണ് അതിന് കാരണം. അപ്പോൾ ഇന്ദിരാദേവി ഇവിടെ പ്രകാശിക്കുന്നുണ്ട്. ഇനി സൂക്ഷ്മമായിട്ട് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ വ്രജം എന്ന ശബ്ദത്തിന് ശരീരം എന്ന അർത്ഥം. അപ്പോൾ ഈ ശരീരം ധന്യമാണ്. അപ്പോൾ എത്ര കാലം വരെയാണ് ഈ ശരീരം ധന്യമായിട്ട് തീരണത്? എത്ര കാലം വരെയാണോ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെയുള്ളത്, അത്രയും കാലം ഈ ശരീരം ധന്യമാണ്. ഇത് കഴിഞ്ഞ ഒരു ധന്യതയും ഈ ദേഹത്തിനില്ല. മരിച്ചു കിടക്കണ
ഒരു ശരീരം നോക്കിയിട്ട് ആരെങ്കിലും പറയോ ധന്യാത്മാ? പറയില്ല. എന്തുകൊണ്ട്? ധന്യത ഏകുന്ന ഒന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാ ധന്യത ഏകുന്ന ഒന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയി. അതാണ് അതിന് കാരണം. അടുത്തതായിട്ട് ഒരു ഗോപിക പറഞ്ഞു, ശരതുദാശയെ സാധുജാതസൽ സരസിജോതര ശ്രീമുഷാദൃശ സുരതനാഥ തേ അശുൽക്കദാസിക വരത നിഗ്രഹ കിംവധ. ഇവിടെ ഈ കാലം പലതും മാറി 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 വരുന്നുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെയല്ലല്ലോ. മനസ്സിലാവുന്ന രീതി പറഞ്ഞ മഴക്കാലം വന്നു, അത് കഴിഞ്ഞാൽ മഞ്ഞുകാലം വന്നു, പിന്നീട് വേനൽക്കാലം വന്നു. ഇതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ഈ കാലങ്ങൾ മാറി മാറി വരുന്ന സമയത്ത് അതിന് അനുസൃതമായിരിക്കുന്ന സുഖം ഉണ്ടാവുന്നുണ്ട്, അതേപോലെ ദുഃഖം ഉണ്ടാവുന്നുണ്ട്, അല്ലേ? ഇത് രണ്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിനെയും ഒരുപോലെ ഉൾക്കൊള്ളാനായിട്ട്, രണ്ടും ഒരുപോലെ ഉൾക്കൊണ്ട് നീങ്ങാനായിട്ട് നാം ശീലിച്ചിരിക്കണം എന്നർത്ഥം. ഇനി ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ ബാധിക്കുന്ന രണ്ട് കാലമുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഈ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാനമായിട്ട് രണ്ട് കാലങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏതെല്ലാമാണ് ആ രണ്ട് കാലങ്ങൾ? വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒന്ന് നല്ല കാലം, അപ്പോൾ അടുത്തത് എന്താ? കഷ്ടകാലം. അപ്പോൾ നല്ല കാലമുണ്ട്, കഷ്ടകാലമുണ്ട്. ഇത് രണ്ടും വരാം. ഇതിപ്പോൾ നമ്മുടെ കയ്യിലല്ലല്ലോ. ഇത് രണ്ടും ജീവിതത്തിൽ വരാം. അപ്പോൾ ഏത് വന്നു കഴിഞ്ഞാലും ഒരേപോലെ ഈ മനസ്സിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ ഈ മനസ്സ് എപ്രകാരമാവണം? നിഷ്കാമമായിട്ട് തീരണം എന്നാണ്. നിരപേക്ഷമായിട്ട് തീരണം ഈ ഒരു മനസ്സ്. എങ്കിൽ മാത്രമേ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതിന് വേണ്ടത് അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുക. ഇവിടെ ഗോപീജനങ്ങൾ പ്രാർത്ഥിക്കണോ ഭഗവാനോട്, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുക. എപ്രകാരം വേണം അങ്ങ് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്? അശുൽക്കദാസിക. ശുൽക്കം എന്ന് വെച്ചാൽ കൂലി എന്നർത്ഥം. അപ്പോൾ കൂലി വാങ്ങിപ്പോണ ദാസികളെ പോലെ കണ്ട, കൂലി വാങ്ങാത്ത ദാസികളായിട്ട് കണ്ടാൽ മതി. അതായത് അങ്ങ് ഇഷ്ടം കൊണ്ട് അറിഞ്ഞ് തരണത് എന്താണോ അത് രണ്ട് കൈയും നീട്ടിയിട്ട് പ്രസാദഭാവേന കണ്ട് പോണ ആൾക്കാരായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സും ആ തലത്തിലേക്ക് ഉയരണം. അന്ന് മാത്രമേ ഒരു ശാന്തി ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതില്ലാത്തോടത്തോളം കാലം ഇത് അശാന്തമായിരിക്കും. നമ്മുടെ ചിത്തം അഥവാ ഹൃദയം അശാന്തമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. മറ്റൊരു ഗോപിക പറഞ്ഞു, വിഷജലാപ്യരാക്ഷസാൻ വർഷമാരുതാ വൈദ്യുതാനലാൻ വൃഷമയാത്മജാ വിശ്വതോ ഭയാത് ഋഷഭത്തെ വയം രക്ഷിതാമുഹു. അടുത്തായിട്ട് എന്താ പറയണത്? അങ്ങ് പല സന്ദർഭങ്ങളിലും ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. വിഷജലത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്, കാളീൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഒരു പേമാരി ഉണ്ടായതായിരുന്നു, ഗോവർദ്ധനോദ്ധാരണത്തിലൂടെ അവിടെ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്. വലിയൊരു കാട്ടുതീയിൽ പെട്ടുപോയി, അന്ന് അഗ്നിമാനത്തിലൂടെ അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചുവല്ലോ അങ്ങ്, ഞങ്ങളങ്ങനെ തനിച്ചാക്കി പോയല്ലോ അങ്ങ്. എത്രയും വേഗം ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് വരണേ എൻ്റെ കൃഷ്ണ. ഇതാണ് ഈ ഗോപികളുടെ പ്രാർത്ഥന. ഇനി സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലോ, നമ്മളൊക്കെ ഒരു വിഷജലത്തിൽ കിടന്ന് തിരിഞ്ഞു കളിച്ചവരാ. എപ്പോഴാണെന്നറിയോ? അമ്മയുടെ ഗർഭത്തിനകത്ത് കിടക്കുന്ന സമയത്ത് ദുർനീരിനകത്ത് കിടന്ന് നീന്തി കളിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അന്ന് അവിടെ വെച്ച് ഇല്ലാതായി തീരാമായിരുന്നു. അങ്ങനെ സംഭവിച്ചുവോ? ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കില്ല. ഒന്നുപോലും ഭഗവാൻ നമുക്ക് തരാൻ മറന്നുപോയിട്ടുമില്ല. നമ്മളെയൊക്കെ സമയമായപ്പോൾ പുറത്തിറക്കി വളർത്തി ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുണ്ട്. ഒന്നും ഭഗവാൻ നമുക്ക് തരാൻ മറന്നുപോയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ഇവിടെ വെക്കാൻ മറന്നുപോയോ? സാധാരണക്കാരായ നമ്മളൊക്കെ പലതും മറന്നു പോവാറുണ്ട്, അല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് വിട്ടു പോവാറുണ്ട്. എന്നാൽ ആ പെരുമാൾ നോക്കൂ, ഒന്നും മറന്നിട്ടില്ല. ഒരു കണ്ണ് വയ്ക്കാൻ മറന്നുപോയോ? കാല് വയ്ക്കാൻ മറന്നുപോയോ? മൂക്ക് വയ്ക്കാൻ മറന്നുപോയോ?
ഇതിനകത്ത് അസംഖ്യം അവയവങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു ഭാഗം വയ്ക്കാൻ മറന്നുപോയി ആ ഭഗവാൻ? മറന്നുപോയിട്ടില്ല. പക്ഷേ നമ്മളാണ് പലപ്പോഴും മറന്നു പോണത്. നാം സ്മരിക്കാറുണ്ടോ ആ ഭഗവാനെ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊന്ന് കഴിഞ്ഞുകൂടുന്നത് ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടല്ലേ, ആ ഒരു സ്നേഹം കൊണ്ടല്ലേ? ഇപ്പോൾ ആരെങ്കിലും ഒരാൾ, ഉദാഹരണം പറയാം, പെട്ടെന്ന് എഴുതേണ്ട ഒരാവശ്യം വന്നു, കയ്യിൽ പേനയില്ല വിചാരിക്കുക. അടുത്ത് വല്ലവരെയും കണ്ട ഒരു പേന തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അവരിൽ നിന്ന് പേന വാങ്ങിക്കഴിഞ്ഞാൽ നാം വളരെ ഭംഗിയിൽ അവരോട് ഒരു നന്ദി വാക്ക് പറയാറുണ്ട്, അല്ലേ? താങ്ക്സ് എന്ന് പറയും, നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയും, നന്ദിയുണ്ടേ എന്ന് പറയും. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എഴുതാനായിട്ട് തന്ന ഈ കയ്യ്, എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഈ കയ്യ് ആരാണ് തന്നത്? എന്നെങ്കിലും ഒരു ദിവസം ഈ കയ്യ് തന്ന ആ സർവേശ്വരനോട്, ആ മഹാപ്രഭുവിനോട് ഒരു നന്ദി പറയാൻ തോന്നിയിട്ടുണ്ടോ? കാണാനായിട്ട് കണ്ണ് തന്ന ആ പൊന്നു ഗുരുവായൂരപ്പനോട് ഒരു നന്ദി പറയാൻ തോന്നിയിട്ടുണ്ടോ? ഒരു താങ്ക്സ് പറയാൻ തോന്നിയിട്ടുണ്ടോ? വലതും പലതും എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ, അല്ലേ? പലതും പറയാനായിട്ട് ഈ നാവ് പുറത്തേക്ക് എടുക്കാറുണ്ട്, നാവ് തട്ടിക്കാറുണ്ട്. എന്നാ ഈ നാവ് തന്നതാരാ? ഈ വാക്കേന്ദ്രിയം തന്നതാരാ? ആ ജഗദംബികയോട് ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? നാവ് തന്ന അംബികയെ, ഈ നാവ് തന്നതായ ഭഗവാനെ നന്ദിയുണ്ട് എന്ന് ഇതേ നാവ് കൊണ്ടൊന്ന് പറഞ്ഞൂടെ? തോന്നിയിട്ടില്ല. നടക്കാൻ കാല് തന്ന ആ ദൈവത്തോട് നന്ദി പറഞ്ഞു ഇല്ല. അത് പറഞ്ഞു തരണമെന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ നന്ദിയില്ലാത്തവരായി തീരരുത്. അതാണ് സപ്തമസ്കന്ധത്തിലെ പ്രഹ്ലാദം പറഞ്ഞത്, ഓരോ ശ്വാസത്തിലും വിളിച്ചോളൂ ഹരേ ജഗൽപതേ നാരായണ. ഓരോ ശ്വാസത്തിലും വിളിച്ചോളാൻ പറഞ്ഞു. കാരണം അടുത്ത ശ്വാസം കഴിക്കാൻ നാം ഇവിടെ ബാക്കിയുണ്ടാവും എന്ന് ആർക്കും ഉറപ്പില്ലാത്തതിനാൽ. ഇനി ആരാകുന്നു ആ കൃഷ്ണൻ? കേവലം ഒരു ദേവകിയുടെയോ ഒരു യശോദയുടെയോ മാത്രം അവകാശമല്ല ഈ കൃഷ്ണൻ. ഒരു ഗോപിക പറഞ്ഞു 4-ാമത്തെ ശ്ലോകത്തിലൂടെ, നഖല്ലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖൗതേയിവാൻ സാത്വതാം കുലേ. നഖലു ഗോപിക നന്ദനോ ഭവാൻ, കേവലം യശോദാമ്മയ്ക്ക് മാത്രം അവകാശപ്പെടാനുള്ളതല്ല, മറിച്ച് അഖിലദേഹിനാം. അപ്പോൾ ഈ കാണുന്ന സമസ്ത ദേഹങ്ങളുടെയും അകത്ത് അന്തരാത്മാവായിട്ട് ശോഭിക്കുന്നത് അവിടുന്ന് മാത്രമാണ്, അങ്ങല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെയുള്ള അവിടുത്തെ പാദത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം, ആ ഭഗവത് പാദത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. പ്രണതദേഹിനാം പാപകർശനം, പ്രണതഹ നമസ്കരിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ നമസ്കരിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ക്ഷണനേരം കൊണ്ടാണ് ആ പാപത്തെ ഭഗവാൻ ഇല്ലാതാക്കി തീർക്കുന്നത്. ഭക്തർ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ സ്നേഹിക്കുന്നവർക്ക് വരുന്ന അഹങ്കാരത്തെയൊക്കെ അതാ എപ്രകാരാണോ കാളിയ നർത്തനം, അതേപോലെ ഭഗവാന്റെ പാദം അകത്ത് പതിപ്പിച്ചിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് അഹങ്കാരത്തെ പൂർണ്ണമായിട്ടും അവിടുന്ന് ഭഗവാൻ ഇല്ലാതാക്കി തീർക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കൽ ആ ഭഗവാന്റെ കഥകൾ ഒന്ന് കേൾക്കാൻ തോന്നിക്കഴിഞ്ഞാലോ, എന്താ ഈ പ്രത്യേകത? ഉറങ്ങിക്കിടക്കുന്ന ജീവന്മാരെ പോലും തട്ടി ഉണർത്താൻ കഴിവുള്ള ഒന്നാണ് ഐശ്വരീയമായിട്ടുള്ള കഥകൾ, ഭാഗവത കഥകൾ. അത് എന്നും കേൾക്കാനുള്ളതാ, എന്നും ആസ്വദിക്കാനുള്ളതായ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. മറ്റൊരു ഗോപിക പറഞ്ഞു, എനിക്ക് കൃഷ്ണനെ നല്ല ഇഷ്ടമാണ്, പൂതനാമോക്ഷം എന്ന ഭാഗം. വേറൊരു ഗോപിക പറഞ്ഞു, എനിക്ക് ഉലൂഖലബന്ധനാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തർ പല പല അഭിപ്രായമൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് മറ്റൊരു ഗോപിക വളരെ രസമായിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ആ കൃഷ്ണനെ കാണാൻ നല്ല ഇഷ്ടമാട്ടോ. എപ്പോഴാ അറിയോ? രാവിലെ കാണാൻ. വൈകുന്നേരത്തോട് താല്പര്യമൊന്നുമില്ല, എനിക്ക് രാവിലെ കാണാനാണ് വളരെ ഇഷ്ടം. എന്താ ഈ രാവിലത്തെ പ്രത്യേകത? ചലസീയത് വ്രജാചാരയൻ പശുൻ നളിന സുന്ദരം
നാഥത്തെ പദം ശിലതൃണാങ്കുരൈ സീതതീതിന കലിലതാമന കാന്ത ഗച്ഛന്തി. എന്താ ഈ രാവിലത്തെ പ്രത്യേകത അറിയണ്ടേ? രാവിലെ ആ യശോദാമ കുളിപ്പിച്ച് നല്ല പട്ടക്കുടിപ്പിച്ച് ആ മയിൽപ്പീലിയൊക്കെ ചൂടിപ്പിച്ച് അതാ ആ ഗോക്കളെയും മേച്ചുകൊണ്ട് ആ കണ്ണൻ വൃന്ദാവനത്തിലേക്ക് പോണ ഒരു രംഗമുണ്ട്. കുട്ടികളെയൊക്കെ കളിപ്പിച്ചിട്ടാ പോവുക. എന്ത് രസമാണ് അത് കാണാമെന്നറിയോന്നാ. എന്താ അവിടെ സൂക്ഷ്മമായിട്ട് പറയണത്? നമ്മെ സംബന്ധിച്ച് രാവിലെ എന്ന് പറഞ്ഞാൽ ജനിച്ചതായിരിക്കും ആ സമയം. ഇവിടെ ജീവൻ ആകുന്ന ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രിയങ്ങൾ ആകുന്ന ഗോക്കളെ നിയന്ത്രിച്ചുകൊണ്ട് സംസാരമാകുന്ന വൃന്ദാവനത്തിലേക്ക് യാത്രയാകുന്നു. അത് കാണാൻ നല്ല രസമാണെന്നാണ്. അപ്പോൾ മറ്റൊരു ഗോപിക പറഞ്ഞു, എനിക്ക് വൈകിട്ട് കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. എന്താ വൈകുന്നേരത്തെ പ്രത്യേകത? ദിനപരീക്ഷയേ നീലകുന്തളൈ വനരുഹാനനം ബിഭ്രതാവൃതം ഘനരജസ്വലം ദർശയൻ മുഹു മനസിനസ്മരം വീരയച്ഛസി. ശ്രദ്ധിക്കണേ, എനിക്ക് വൈകുന്നേരം കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈകുന്നേരത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ശ്രദ്ധിക്കുക, വൈകുന്നേരത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ചിലപ്പോൾ മയിൽപ്പീലി ഉണ്ടാവില്ല, അത് വഴിയിലെവിടെയും വീണ് പോയിട്ടുണ്ടാകും. കെട്ടിവെച്ച ഹരികൃഷ്ണൻ കെട്ടിവെച്ച മുടിയൊക്കെ കണ്ട് അഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്ന്. ഹരികൃഷ്ണൻ കെട്ടിവെച്ച മുടിയൊക്കെ കണ്ട് അഴിഞ്ഞു പോയിട്ടുണ്ടാവും, ചറപറാന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും. പീതാംബരത്തിലൊക്കെ ചളി പിടിച്ചിട്ടുണ്ടാവും, വിയർത്ത് കുളിക്കുന്നുണ്ടാവും. എന്നിട്ടോ ആ ഗോക്കളെയും കൊണ്ട് തിരിച്ചൊരു വരവുണ്ട്. ഈ പശുക്കളുടെ ഭാഷ നന്നായിട്ട് അറിയാം കൃഷ്ണന്. ഈ ഗോക്കളോട് ചോദിക്കും, ഇന്നത്തെ യാത്ര എങ്ങനെയുണ്ടായി, ഇന്നത്തെ യാത്ര എങ്ങനെയുണ്ടായി, നാളെ അവിടെ തന്നെ പോകണോ അതോ വേറെ വല്ല സ്ഥലത്തേക്കും പോകണോ എന്നിങ്ങനെ ഈ ഗോക്കളോട് ഇങ്ങനെ സംവദിക്കും. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഈ ഗോക്കൾ സത്യം പറയും ചെയ്യും. ചിലപ്പോൾ അവർ പറയും നാളെ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ചില ഗോക്കൾ പറയും എനിക്ക് വേഗം പോകണം തോന്നുന്നുണ്ട് കേട്ടോ. ചില ഗോക്കൾ പറയും അല്ല ഞാൻ അങ്ങയുടെ കൂടെ വരുന്നുള്ളൂ കേട്ടോ ഒക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ച് ഭഗവാൻ അവരെ നന്നായിട്ട് നിയന്ത്രിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ ജീവനാകുന്ന കൃഷ്ണൻ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തോട് അടുത്തതായിരിക്കുന്ന ആ സമയം. ഈ ജീവനാകുന്ന ഈ കൃഷ്ണൻ ഇന്ദ്രിയങ്ങളാകുന്ന ഗോക്കളോട് ഒരു അഭിപ്രായം ചോദിക്കത്രേ. അതായത് ഈ കണ്ണ്, കാത്, മൂക്ക്, നാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഗോക്കളോട് ഈ ഭഗവാൻ കൃഷ്ണൻ അഭിപ്രായം ചോദിക്കും. ആട്ടെ, ഈ യാത്ര എങ്ങനെയുണ്ട്? ഏത് യാത്ര? ഈ കഴിഞ്ഞ ജീവിതയാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഈ ശരീരത്തിൽ നിന്നിട്ട് എന്തെങ്കിലും നല്ലത് കണ്ടുവോ കണ്ണേ? അവർ സത്യം പറയും. അപ്പോൾ അവർ ചിലപ്പോൾ പറയും ഈ മനുഷ്യൻ നല്ലതൊന്നും ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഭഗവാൻ എന്താ പറയുക അറിയോ? എന്നാൽ നീ പൊക്കോളൂ പറയും. പതുക്കെ കണ്ണിൻ്റെ ശക്തി അങ്ങോട്ട് കുറഞ്ഞു. കാതിനോട് ചോദിക്കും നല്ലത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. കേട്ടിട്ടില്ല എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും പോയിക്കോളാൻ. അല്ല നന്നായി കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ ഒരുമിച്ച് പോവാന്ന് പറയും. അപ്പം ഈ ഒരുമിച്ച് വന്ന് ഒരുമിച്ച് പോണ സമയത്ത് ഒരു പ്രത്യേക ആനന്ദ, ഒരു പ്രത്യേക സുഖമാണ് ഈ ഒരുമിച്ച് വരിക, അതേപോലെ ഈ ഒരുമിച്ച് പോവുക എന്നൊക്കെ പറയുന്നത് അല്ലേ. ഒരു പ്രത്യേക ആനന്ദമാണ് അതിന്. ശ്രദ്ധിക്കണേ. അപ്പോൾ അതാണ് വൈകുന്നേരം കാണാൻ നല്ല ഇഷ്ടം എന്ന് പറഞ്ഞത്. ആ ഭഗവാന്റെ കയ്യിലൊരു മുരളിയായിട്ട് മാറുകയാണെങ്കിൽ ആ ഓടക്കുഴലിന് പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ ഓടക്കുഴൽ വെറും ജഡാണ്. എപ്പോഴാണോ വായു അതിലൂടെ പ്രവഹിക്കുന്നത് അപ്പോഴേ ആ ഓടക്കുഴലിന് തേജസ്സുള്ളൂ, ഗുണമുള്ളൂ. അതേപോലെയാണ് ഈ കാണുന്ന ഓടക്കുഴലും. 7 കൂട്ടണം 2 9 ദ്വാരങ്ങൾ. പക്ഷേ ആ ഈശ്വര തേജസ് ഇതിനകത്തുണ്ടെങ്കിൽ ഇതിന് ശോഭയുണ്ട്. ആ ഈശ്വര തേജസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലോ പിന്നെ ഒരു ശോഭയും ഈ കാണുന്നതിന് ഇല്ലയെന്ന് മനസ്സിലാക്കുക. ആയതിനാൽ ഭഗവാനെ അങ്ങയുടെ പാദത്തിൽ അചഞ്ചല ഭക്തി, എന്നും ആ ഭഗവാന്റെ പാദം, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും ഒരിക്കലും ആ ഭഗവാനെ വിടാതിരിക്കുക.
പലതും വരാം, പ്രാരബ്ധവശാല് ജീവിതത്തിൽ പലതും വരാം. എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കട്ടെ. അപ്പോഴൊക്കെ വേണ്ടത് എന്താ വെച്ചാൽ മുറുക്കി പിടിക്കുക. ആ ഗുരുവായൂരപ്പൻ്റെ പാദം, ആ ഭഗവാന്റെ പാദത്തെ മുറുക്കി അങ്ങോട്ട് പിടിക്കുക, വിടാതിരിക്കുക. അതേ ഒരു രക്ഷയുള്ളൂ. ഇപ്രകാരമൊക്കെ സ്തുതിച്ചു ആ ഗോപികളുടെ മനസ്സറിഞ്ഞു ഭഗവാൻ. അഹങ്കാരം പൂർണ്ണമായിട്ടും ഇല്ലാതായി തീർന്നു. ഇത് അറിഞ്ഞതായിരിക്കുന്ന ഭഗവാനത ഇതി ഗോപ്യപ്രഗായന്ത്യ പ്രലപന്ത്യശ്ച ചിത്രധാ രുരുതുസുസ്വരം രാജൻ കൃഷ്ണദർശന ലാലസ താസാം ആവിരഭൂൽ ശൗരി സ്മയമാനമുഖാംബുജ പീതാംബരധരശ്രഗ്വീ സാക്ഷാൽ മന്മഥ മന്മഥ. കാമദേവനെ പോലും മോഹിപ്പിക്കുന്നതായ ആ ഒരു രൂപം, ആ ഒരു രൂപത്തെ അവിടെ അങ്ങോട്ട് ദൃശ്യമാക്കി. പിന്നീട് ഒരു ഗോപൻ, ഒരു ഗോപി, ഒരു ഗോപൻ, ഒരു ഗോപി എന്ന നിലയ്ക്ക് കാലങ്ങളോളം ഇതാ രാസലീല. ആ രാസലീല ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുന്നു. എന്നും നമ്മുടെ ഉള്ളിൽ സദാ പ്രകാശിക്കട്ടെ. ആരാണോ ഈ പ്രകരണം ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കുന്നത്, പഠിക്കുന്നത്, അവരുടെ ഉള്ളിൽ നിന്ന് ഹൃദ്രോഗം ഇല്ലാതായിത്തീരും എന്നൊരു ഫലശ്രുതി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ രോഗം, അപ്പോൾ ഹൃദ്രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൃത്തിനെ ബാധിക്കുന്ന രോഗം അതേതൊക്കെയാണ്? അതാണ് കാമ, ക്രോധ, മോഹ, ലോഭ, തൃഷ്ണ, അസൂയ, ഇങ്ങനെ എണ്ണിയാ ഒടുങ്ങാത്തത്ര രോഗങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ടും ഉള്ളിൽ നിന്ന് ഇല്ലാതായി തീർന്ന് മനസ്സ് ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് സാരം. ആ ഭഗവാൻ, രാസവിഹാരിയായിരിക്കുന്ന ആ ഭഗവാൻ, വൃന്ദാവനവാസിയായിരിക്കുന്ന ആ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്യത്ഭുതമായിരിക്കുന്ന ഭഗവാന്റെ വൃന്ദാവന ലീലയെ തൽക്കാലം ഇവിടെ സമർപ്പിക്കുകയാണ്. ഇനി നാളെ നമുക്ക് കേൾക്കാനുള്ളത് മറ്റൊരു ലീലയാണ്. ഉദ്ധവദൂത് എന്ന പ്രകരണം. ഭഗവാൻ ഉദ്ധവരെ തൻ്റെ ദൂതനായിട്ട് ഈ ഗോപികളുടെ അടുത്തേക്ക് പറഞ്ഞയക്കണ ഒരു കഥ. ആ ഒരു ഭാഗമാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത്. അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഭാഗവതം ശ്രവിക്കുന്ന ഏവരെയും മനസാ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. നാരായണ നാരായണ നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.